ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2025 നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായെന്ന് പറഞ്ഞോട്ടെ, ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദീർഘനാളായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത് ഈ ഡിസംബർ മാസങ്ങളിൽ 2, 5, 14, 22, 29 എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നില്ല. ഇന്നേ ദിവസം ശുഭയാത്രകൾ, ദീർഘദൂര യാത്രകൾ, ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്യുക. ദീർഘദൂരയാത്രകൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ അന്നേ ദിവസം പണം കടം കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. മംഗളകർമ്മങ്ങൾ തുടങ്ങി വെക്കാതിരിക്കുക. വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടക്കം കുറിക്കാതിരിക്കുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാതൃഗുണം കൂടുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം. എന്നാൽ നിങ്ങളുടെ സ്വജനങ്ങളൊക്കെ ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്തെ വൻ ഉയർച്ചയാണ് കാണുന്നത്. കർമ്മരംഗം പുഷ്ടിപ്പെടുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നൊരു സമാധാന അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. കാർഷിക രംഗത്തെ ലാഭം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. നിങ്ങൾ എടുത്തു പറയേണ്ട മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ അധികമായിട്ട് ഇടപെടുന്നത് ഗുണകരമായി മാറില്ല, അത് ദോഷകരമായിട്ട് ഭവിക്കും. ആരെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്യാമെന്നല്ലാതെ അങ്ങോട്ട് കയറി സഹായിക്കാൻ നിൽക്കരുത്. അത് ഉപദ്രവമായിട്ട് അവർക്ക് തോന്നും. നിങ്ങൾക്ക് അതൊരു പണിഷ്മെൻറ്റ് കിട്ടും. നിങ്ങളുടെ ഓരോ കർമ്മത്തിനും പണിഷ്മെൻറ്റ്, ശിക്ഷകൾ കിട്ടുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ ക്ഷിപ്രകോപം പല അനിഷ്ടങ്ങൾക്കും ഇടവരുത്തും. അതുകൊണ്ട് തുറന്നടിച്ചുള്ള സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റുക. ചിലരൊക്കെ കടബാധ്യതകൾ തീർക്കാനുള്ള സാഹചര്യം കാണുന്നു. നിങ്ങളുടെ സന്താനങ്ങളുടെ വിവാഹകാര്യത്തിന് വേണ്ടി നിങ്ങൾ കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും. ജീവിതത്തിൽ പൊതുവെ ഒരു പുരോഗതി കാണുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. മനസ്സിന് ആത്മബലം കൂടുതലായിട്ടുണ്ടാവും. ധനഭാഗത്ത് വ്യാഴത്തിൻ്റെ ഗുണം കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉയർച്ചയുള്ള സമയമാണ്. ധനപരമായിട്ടൊക്കെ വളരെ നല്ലതാണ്. നിങ്ങൾ അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സ്വഭാവം നിങ്ങൾക്ക് വളർന്നു വരുന്നതാണ്. നിങ്ങൾക്ക് വാഹനയോഗവും ഗൃഹമാറ്റം ഒക്കെ കാണുന്നുണ്ട്. അത് പുതിയ വാഹനങ്ങൾ ഉണ്ടെങ്കിലും വാങ്ങുക, നിലവിലുള്ള മാറ്റി വാങ്ങുക. അതുപോലെ തന്നെ ചിലർക്കൊക്കെ സ്വന്തമായിട്ടൊരു ഗൃഹം പണിയുക, അല്ലെങ്കിൽ അതിൽ തേറി താമസിക്കുക, പണി തീർന്നതിലേക്ക് തേറി താമസിക്കുക, അതല്ലെങ്കിൽ പണം കൊടുത്ത് പുതിയ പണി തീർന്ന് വാങ്ങുക ഒക്കെ നടക്കുന്ന സമയമാണ് ഡിസംബർ മാസം. പൊതുവെ ധനലാഭമാണ് മെയിനായിട്ട് കാണുന്നത്. ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവയൊക്കെ ഈ മാസങ്ങളുണ്ടാവും. വരവ് ചിലവ് കണക്കുകളൊക്കെ ഒരുവിധം പൊരുത്തപ്പെട്ട് പോകുന്ന സമയം കൂടിയാണ്. നിങ്ങൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യുക, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക. എടുത്തു പറയേണ്ടത് ശിവഭഗവാന്റെ പ്രീതി നേടിയെടുക്കുക. ശനിയാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ശിവപെരുമാളിൻ്റെ ക്ഷേത്രം ദർശിച്ചിട്ട് പൂവളം വില്ലുപത്രം മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. ഭഗവാന് ജലധാര നൽകുക. അതോടൊപ്പം തന്നെ സർപ്പങ്ങൾക്ക് കളമെഴുത്തും പാട്ട് നടത്തുക. അതല്ല എങ്കിൽ മഞ്ഞൾപ്പൊടി 100 പാൽ നൽകുക, മഞ്ഞൾപ്പൊടി നൽകുക, സർപ്പം പാട്ട് നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.